വഖഫ് ബോർഡ് വിഷയത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് രേഖകൾ പുറത്തുവന്നതോടെ തെളിഞ്ഞു. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ സുപ്രീംകോടതി തള്ളിയതിനെ തുടർന്ന് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി പിണറായി സർക്കാർ ഉത്തരവിറക്കിയെന്നായിരുന്നു സതീശന്റെ വാദം. എന്നാൽ ഹർജികൾ സുപ്രീംകോടതി തള്ളിയിട്ടുമില്ല, അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി പിണറായി സർക്കാർ ഉത്തരവിറക്കിയിട്ടുമില്ല. സെൻട്രൽ ആക്ടിനെതിരായിട്ട് സുപ്രീം കോടതി പോയിട്ട് സുപ്രീം കോടതി അത് തള്ളിയതുകൊണ്ടാണ് പിണറായി സർക്കാർ വഖഫ് ബോർഡ് വെച്ചപ്പോൾ ഞങ്ങൾ ഈ 2 അമുസ്ലിം പ്രതിനിധികളെ ഞങ്ങൾ വെച്ചുകൊള്ളാം. ചിലപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പായതുകൊണ്ടായിരിക്കും വെക്കായിരുന്നത്. വഖഫ് ബോർഡ് വിഷയത്തിലെ UDF ഇരട്ടത്താപ്പ് പുറത്തു വന്നതോടെ രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി പറഞ്ഞത് 2 കള്ളങ്ങളാണ്. 1. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ ഹർജികൾ സുപ്രീം കോടതി തള്ളി. 2. ഇതോടെ 2 അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തുന്നതിന് തീരുമാനിച്ച് പിണറായി സർക്കാർ ഉത്തരവിറക്കി. 2 നുണയാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളാണിത്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള സർക്കാരും മുസ്ലിം ലീഗും ഉൾപ്പെടെ സമർപ്പിച്ച ഹർജികളാണ് സുപ്രീം കോടതി തള്ളിയതായി മുഖ്യമന്ത്രി പറയുന്നത്. ഈ ഹർജികളിൽ അന്തിമ ഉത്തരവ് ഇതുവരെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടില്ല. വാദം കേൾക്കുന്നതിന് മുന്നോടിയായി ഒരു ഇടക്കാല ഉത്തരവ് മാത്രമാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ കേസ് പെൻഡിംഗ് എന്ന് തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിന് പിണറായി സർക്കാർ തീരുമാനിച്ച് ഉത്തരവിട്ടു എന്നതാണ് മുഖ്യമന്ത്രിയുടെ രണ്ടാമത്തെ നുണ. വഖഫ് ബോർഡ് രൂപീകരിച്ച് 2026 ഫെബ്രുവരി 4 സർക്കാർ പുറത്തിറക്കിയ ഉത്തരവാണിത്. അമുസ്ലിം എന്ന ഒരു വാക്കുപോലും ഈ വിജ്ഞാപനത്തിലില്ല. മറിച്ച് 2 ഒഴിവുകൾ ഒഴിച്ചിടുന്നു എന്ന് തന്നെയാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. സമാന നിലപാടാണ് തമിഴ്നാട് സർക്കാരും ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. 2025 നവംബർ 28 തമിഴ്നാട് സർക്കാരിൻ്റെ വിജ്ഞാപനം. 14 വകുപ്പ് പ്രകാരമാണെങ്കിലും അമുസ്ലിം വിഭാഗത്തിൽ നിന്ന് ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. 3 ഒഴിവുകളോടെയാണ് തമിഴ്നാട്ടിലും വഖഫ് ബോർഡ് രൂപീകരിച്ചത്. തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗ് MP-യായ നവാസ് കാണിയാണ് അവിടെ വഖഫ് ബോർഡ് ചെയർമാൻ. ഒഴിവുകൾ നികത്താതെ വഖഫ് ബോർഡ് രൂപീകരിക്കാനാവില്ല എന്ന സതീശൻ്റെ വാദത്തിനുള്ള മറുപടി മുസ്ലിം ലീഗ് നേതാവ് ചെയർമാനായ തമിഴ്നാട് വഖഫ് ബോർഡിൽ തന്നെയുണ്ട്. ഒഴിവുകളിട്ട് വഖഫ് ബോർഡ് രൂപീകരിക്കാനാവില്ല എന്ന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഒരിക്കൽ വന്നതും തീർപ്പാക്കിയതുമാണ്. 2 ഒഴിവുകളിട്ട് ബോർഡ് രൂപീകരിച്ചതിനെതിരായ ഹർജി തീർപ്പാക്കിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവിൻ്റെ പകർപ്പാണിത്. അന്ന് സംസ്ഥാനത്ത് LDF സർക്കാരായിരുന്നു എന്ന് മാത്രം. സർക്കാർ കോടതിയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടെ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താനുള്ള നീക്കം അന്നു പാളി. ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ ഹർജിയെ UDF സർക്കാർ പിന്തുണച്ചതോടെ ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തുന്നതിന് കളമൊരുങ്ങുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.